NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി ഒരു ഒത്തുതീർപ്പിനും താനില്ല എന്ന ഉറച്ച നിലപാടിലാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ലഭിക്കാത്തതിൽ അതിർത്തി പ്രകടിപ്പിച്ച് സുകുമാരൻ നായർ നടത്തിയ രൂക്ഷ വിമർശനങ്ങൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് ഔദ്യോഗിക കേന്ദ്രങ്ങളുടെ ഒരു വിലയിരുത്തലുണ്ട്. ഇനി മുഖ്യമന്ത്രിയുടെ കാല് പിടിക്കാനില്ലെന്ന് സുകുമാരൻ നായരുടെ പ്രസ്താവനയും വളരെ പക്വതയോടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കാണുന്നത്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് തനിക്ക് താല്പര്യമുള്ളവരെ കൊണ്ടുവരാനുള്ള സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമാണ് പെരുന്നയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു നീക്കമെന്നാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത വൃത്തങ്ങൾ കരുതുന്നത്. സമുദായ നേതാക്കളുടെ തിണ്ണനിറങ്ങാൻ താൻ ഇല്ല എന്ന സതീശന്റെ മുൻ നിലപാട് ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുകയാണ്. ഇത്തരം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്നത് തന്റെ രാഷ്ട്രീയ ശൈലിക്ക് ചേർന്നതല്ലെന്നും ഭരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് മുൻഗണനയെന്നുമാണ് സതീശന്റെ പക്ഷം. എങ്കിലും സമുദായവുമായുള്ള ബന്ധം വഷളാക്കാനും മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നില്ല. ഇതിന്റെ ഭാഗമായി മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്നതിനായി പെരുന്നയിലേക്ക് പോകാൻ സതീശൻ തയ്യാറായിരിക്കും. എന്നാൽ ഇത് വെറുമൊരു ഔദ്യോഗിക സന്ദർശനം മാത്രമായിരിക്കുമെന്നും സുകുമാരൻ നായരുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് സാധ്യത ഇല്ല എന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. സമുദായത്തിന്റെ ഔദ്യോഗിക പദവികൾക്ക് അപ്പുറം വ്യക്തിപരമായ ഒരു ഒത്തുതീർപ്പിന് അദ്ദേഹം മുതിരില്ല. സുകുമാരൻ നായർ ഉയർത്തുന്ന വിവാദങ്ങൾ തനിക്ക് ഗുണകരമാവുകയേ ഉള്ളൂ എന്ന തിരിച്ചറിവ് മുഖ്യമന്ത്രിക്കുണ്ട്. വിവാദങ്ങളിലൂടെ പാർട്ടിക്കുള്ളിലും സമുദായത്തിനകത്തും തനിക്ക് കൂടുതൽ സ്വീകാര്യതയും പിന്തുണയും ലഭിക്കുന്നുണ്ട് എന്നാണ് സതീശന്റെ വിലയിരുത്തൽ. സമുദായ നേതാക്കളുടെ അനാവശ്യമായ ഇടപെടലുകളെ അവഗണിക്കുന്ന നേതാവ് എന്ന പ്രതിച്ഛായ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ വലിയ നേട്ടമാണ് സമ്മാനിക്കുന്നത്. നേരത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇരുവർക്കുമിടയിൽ വാക്പോരുകൾ തുടങ്ങിയിരുന്നു. തിണ്ണ നിറങ്ങാൻ പോകേണ്ടതില്ല എന്ന സതീശന്റെ പ്രസ്താവന പെരുന്നയെ ശരിക്കും ചൊടിപ്പിച്ചിരിക്കുകയാണ്. ഇതിന് മറുപടിയായി സതീശൻ തന്നെ പെരുന്നയിലെ തിണ്ണ നിറങ്ങാനാണ് വളർന്നതെന്ന് സുകുമാരൻ നായർ പരിഹസിച്ചത് വലിയ ചർച്ചയായിരുന്നു. ഈ പഴയ പകയാണ് ഇപ്പോൾ വീണ്ടും ആളിക്കത്തുന്നത്. ചങ്ങനാശ്ശേരിയിലെ ബഡ്ജറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ സുകുമാരൻ നായർ നടത്തിയ അഹങ്കാരി എന്ന പ്രയോഗം അണികളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. എന്നാൽ താൻ കാണിക്കുന്നത് അഹങ്കാരമല്ല, ഭരണഘടനാപരമായ കടമയാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ പക്ഷം. സമുദായ പ്രീണന രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കാൻ താൻ തീരുമാനിച്ചാൽ അതിൽ നിന്നും പിന്മാറാൻ അദ്ദേഹം ഒരുക്കമല്ല. പ്രതിപക്ഷവും ഈ വിഷയത്തിൽ സുകുമാരൻ നായരെ കൂട്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സതീശന്റെ ഈ കർക്കശ നിലപാട് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായി മാറുകയാണ്. ഒരു ഭാഗത്ത് ഹൈക്കമാൻഡിന്റെ പിന്തുണയും മറുഭാഗത്ത് സമുദായ നേതാക്കളുടെ സമ്മർദ്ദം ഒരേ സമയം നേരിടാൻ സതീശന് കരുത്ത് കാട്ടുന്നു. തന്റെ കസേരയിൽ ഉറച്ചു നിൽക്കാൻ ഈ വിവാദങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുകയുള്ളൂ. വരുന്ന ദിവസങ്ങളിൽ സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്നും കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിലും വി ഡി സതീശൻ തന്റെ നിലപാടിൽ മാറ്റം വരുത്താൻ സാധ്യതയില്ല. സമുദായ നേതാക്കളെ ഭയന്നുള്ള ഭരണം വേണ്ട എന്നാണ് ഇതിനകം തന്നെ പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട്. ഇത് UDF മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളെയും അസ്വസ്ഥമാക്കുന്നുണ്ട്. സുകുമാരൻ നായരുമായുള്ള ഈ പോര് ഒരു തീരാ തർക്കമായി മാറാതെ നോക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കും. എന്നാൽ ചർച്ചകൾക്ക് താൻ മുൻകൈ എടുക്കില്ല എന്നും സമുദായ നേതാക്കൾക്ക് വേണമെങ്കിൽ മാന്യമായ രീതിയിൽ സർക്കാർ സംവിധാനങ്ങളെ സമീപിക്കാമെന്നാണ് സതീശന്റെ നിലപാട്. ഈ രാഷ്ട്രീയ പിടിവാശി സംസ്ഥാനത്തെ മുന്നണി രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല.